എനിക്കൊരു കുത്ത് കിട്ടിയാന്നല്ലോ. ആ സൗണ്ട് കിട്ടിയോടാ? വെൽക്കം ടു എൻ റൂട്ട് എക്സ്പ്ലോർ. നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് ഒരു കാടൻ ട്രിപ്പാണ്. ഒരുപാട് മൃഗങ്ങളെ കണ്ട് നല്ല സൈറ്റിങ് കിട്ടിയ നല്ലൊരു ഗവിയാത്രയാണ് നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഗവിയൊക്കെ കുറേ നാളായിട്ട് പെർമിറ്റ് ഇല്ലാതെ പൂട്ടിക്കിടക്കുകയായിരുന്നു. നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റുന്നൊരവസ്ഥയല്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് സ്വന്തം വണ്ടിയായിട്ട് പോകാൻ പറ്റും. 30 വണ്ടികൾ മാത്രമേ ഒരു ദിവസം പെർമിറ്റ് കിട്ടുള്ളൂ. നമ്മളൊരു 3-4 ദിവസം മുന്നേ എങ്കിലും നമ്മൾ ഉദ്ദേശിച്ച ഡേറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ ത്രൂ ബുക്ക് ചെയ്യണം. അതുമായിട്ട് നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മൾ ആ പാസ് കാണിക്കുക. ആ പാസ് കാണിച്ചിട്ട് വേണം നമുക്ക് കയറി പോകാൻ വേണ്ടി. നമ്മൾ രാവിലെ തന്നെ ആങ്ങുമൊഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. റാന്നി ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിലുള്ള ഒരു ചെക്ക് പോസ്റ്റാണ്. നമ്മളിവിടെ വന്ന് ഇവിടുത്തെ എൻട്രി കാര്യങ്ങളെല്ലാം ഇവിടെ കാണിച്ച് സൈൻ ചെയ്യിച്ച് വണ്ടി നമ്പറും കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാം. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആൾക്കാരോട് ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ അത് വാങ്ങാം. ഞങ്ങളേതായാലും 2 പൊതിച്ചോറ് വാങ്ങിയിട്ടുണ്ട്. 120 രൂപയാണുള്ളത്. നമ്മൾ വന്നപ്പോൾ തന്നെ രാവിലെ തന്നെ ഭക്ഷണം മേടിച്ചതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗവി റൂട്ടിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കടകൾ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ആകെയുള്ളത് KCBയുടെ ഒരു ക്യാൻറ്റീൻ മാത്രമാണ്. അപ്പം മുന്നോട്ട് പോകുമ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ പ്രശ്നമാവും. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ വാങ്ങിയിട്ടുണ്ട്. ഈ 120 രൂപയുടെ ഊണിൻ്റെ അകത്ത് 7 കൂട്ടം കറിയും മീനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ ഇലപ്പൊതിയാണ്. ഏതായാലും നമ്മളതും വാങ്ങിയാണ് മുന്നോട്ട് പോയത്. നമ്മൾ ഈ ആങ്ങുമൊഴി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എത്തേണ്ട ഒരു ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആങ്ങുമൊഴിയിൽ നിന്ന് കിട്ടിയ പെർമിറ്റ്, നമ്മുടെ ലൈസൻസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഈ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിൽ കാണിച്ച് അവിടെ നിന്ന് സൈൻ ചെയ്യിക്കണം. അതിന് ശേഷം മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. നമ്മുടെ ഈ ചെക്ക് പോസ്റ്റ് ഇരിക്കുന്ന ഭാഗങ്ങളും കാര്യങ്ങളെല്ലാം കാടിനോടനുബന്ധിച്ചുള്ള ഏരിയ തന്നെയാണ്. നമ്മൾ ഈ പോരുന്ന വഴിയിലെല്ലാം ആനപ്പിണ്ടവും കാര്യങ്ങളും ഒക്കെ കിടപ്പുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ പെർമിറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തു. അതെല്ലാം നമുക്ക് കിട്ടി. പെർമിറ്റ് കിട്ടിയതിന് ശേഷം നമ്മൾ ഒട്ടും വൈകാതെ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗവി യാത്രയിൽ ആദ്യ അവസാനം നമ്മൾ കയറി ഇറങ്ങിയ ഒരുപാട് ഓഫീസുകളുണ്ട്. അവിടുത്തെ ഡാമിൻ്റെ ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും നല്ല പോസിറ്റീവായിട്ടുള്ള നല്ല രീതിയിലുള്ള സഹകരണവും നല്ല രീതിയിലുള്ള സംസാരങ്ങളുമായിരുന്നു. നമുക്കത് തന്നെ ഒരു ഭയങ്കര പോസിറ്റീവ് ഫീൽ തോന്നുന്നൊരു കാര്യമാണ്. എന്തായാലും നമ്മൾ ഈ പെർമിറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിൻ്റെ ആ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് ഇറങ്ങി കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴേ വഴിയിൽ ഫ്രഷ് ആയിട്ടുള്ള ആനപ്പിണ്ടം കിടക്കുന്ന കണ്ടു. തൊട്ട് മുൻപ് ആന ആ ഭാഗത്തോടെ പോയിട്ടുണ്ടെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ പലതരത്തിലുള്ള സൗണ്ട്, ഈറ്റയൊക്കെ ഓടിക്കുന്ന സൗണ്ട് നമുക്ക് ശരിക്കും കേൾക്കായിരുന്നു. എന്തായാലും നമ്മൾ വണ്ടി പതിയെ സ്ലോ ആക്കിയാണ് മുന്നോട്ട് പോയത്. കാരണം ഫ്രണ്ടിലൊക്കെ ആന ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. നമ്മുടെ തൊട്ട് പുറകെ വന്ന വണ്ടിക്കാരൊക്കെ നമ്മളോട് ചോദിച്ചു. നമ്മളാണ് ആദ്യം മുന്നിൽ പോയത്. മുന്നിൽ പോയ സമയത്ത് തന്നെ നമ്മൾ ഒരുപാട് സൗണ്ടുകൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള പിണ്ടം, പിന്നെ അതുപോലെ ഈ ഈറ്റയൊക്കെ ഓടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഓടിക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കായിരുന്നു. എന്തായാലും നമ്മളേതായാലും ആനയെ കണ്ടില്ല, പരിസരത്ത് എവിടെ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ ഫസ്റ്റ് സൈറ്റിങ് മിസ്സായ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും നമ്മൾ അതൊന്നും വഹിച്ചില്ല. ഇനിയും കിടക്കുകയാണ് കിലോമീറ്ററുകൾ. ഏതാണ്ട് 100 കിലോമീറ്ററോളം നമ്മൾ കാട്ടിക്കൂടെ പോകണം. എന്തായാലും നമ്മൾ ആദ്യം നമ്മുടെ മൂഴിയാർ ഡാമിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ പാസ് കാര്യങ്ങൾ കാണിച്ചു വെക്കും. കാണിച്ചിട്ട് അവിടെ അവർ സൈൻ ചെയ്യിക്കും. ഈ മൂഴിയാർ ഡാമിൻ്റെ അവിടെ നിന്നുള്ളൊരു വ്യൂ നല്ല രസമാണ്. കാടിൻ്റെ നടുക്ക് തന്നെയാണ്. അതിൻ്റെതായ ഭംഗി കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ സ്പോട്ടിനുണ്ട്. നമ്മൾ ഈ മൂഴിയാർ ഡാമിൻ്റെ ഈ ഭാഗത്ത് എത്തുമ്പോൾ ഡാമിന് മേളിൽ വണ്ടി നിർത്താനുള്ള അനുമതിയില്ല. ഡാം കഴിഞ്ഞ് വേണമെങ്കിൽ ഡാം കാണാൻ വേണ്ടി നമുക്ക് കുറച്ച് മാറ്റിയായിട്ട് നിർത്തിയിട്ട് നമുക്ക് ഇറങ്ങി കാണാം. അപ്പം അങ്ങനെ നമ്മൾ ഇറങ്ങി കണ്ട സമയത്ത് ഈ ട്രൈബ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ചെറിയ കുടിലുകൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഓടിച്ചാടി ഇതിലെ കളിക്കുന്നുണ്ട്. ഇത് മലമ്പണ്ടാരം എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെന്ന് തോന്നുന്നു.
അവരുടെ ഈ ഷെഡ് പോലെ, ചെറിയൊരു ഷെഡ് പോലെ, ഒരു ഓലപ്പുരയൊക്കെ പോലെയാണ് ഇവരുടെ താമസവും കാര്യങ്ങളൊക്കെ. ഏതായാലും അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന കക്കി ഡാമിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റ് ഒക്കെ പോലുള്ളൊരു ഭാഗമുണ്ട്. നമ്മുടെ മൂഴിയാർ ഡാമിനോടനുബന്ധിച്ചുള്ളൊരു ഏരിയ ആണ്. വേണമെങ്കിൽ നമുക്കവിടെ വണ്ടി നിർത്തി വേണമെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാം. വലിയ പേടിക്കേണ്ട സ്ഥലങ്ങളൊന്നും അല്ലെന്ന് തോന്നുന്നു. ആളുകളൊക്കെ അവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. രാവിലെ തന്നെ അത്യാവശ്യം നല്ല ചൂടുള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് ടൈമൊന്നും അവിടെ നിർത്തിയില്ല. വീണ്ടും നമ്മൾ മുന്നോട്ട് പോയി. നമ്മുടെ ഈ ഗവി യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാട്ടിലൂടെയുള്ള യാത്ര തന്നെയാണ്. ഗവി എന്ന് പറയുന്നൊരു സ്പോട്ടായിട്ടില്ല. നമ്മൾ ഈ ഗവിയിലേക്കുള്ള വഴിയിലുള്ള കാഴ്ചകളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. നമ്മൾ വീണ്ടും ഇങ്ങനെ കാടിനുള്ളിലൂടെ മൃഗങ്ങളെയൊക്കെ നോക്കി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെൻസ്റ്റോക്ക് പൈപ്പ് കണ്ടു. അതും നല്ലൊരു കാഴ്ചയാണ്. ഒരുപാട് നീളത്തിലാണ് ഇതുള്ളത്. അപ്പം അതിൻ്റെ സംഭവങ്ങളൊക്കെ കണ്ടു. വീണ്ടും നമ്മൾ മുന്നോട്ട് നീങ്ങി. നമ്മുടെ ഈ ഗവി റൂട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സേഫ് അല്ലാത്ത സ്പോട്ടുകളിൽ നമ്മൾ ഇറങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ആനിമൽ പ്രസൻസ് നല്ല പോലെ ഉള്ളൊരു ഏരിയ ആണ്. ആനിമൽസൊക്കെ ആക്റ്റീവായിട്ടുള്ള ഏരിയ ആണ്. പ്രധാനമായിട്ടും ആനയൊക്കെ എപ്പോൾ വേണമെങ്കിലും കാണാൻ സാധിക്കും. അതുകൊണ്ട് അതീവ ശ്രദ്ധയോടെ മാത്രമേ നമുക്ക് ഈ സ്പോട്ടിലൂടെ പോകാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചെന്ന് പെടുന്ന ആനയുടെയൊക്കെ മുന്നിലേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ശ്രദ്ധയോടുകൂടി തന്നെ പോകണം. നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്ന ടൈമിൽ നമ്മൾ ആദ്യത്തെ സൈറ്റിങ് നമ്മൾ കണ്ടു. കരിങ്കുരങ്ങാണ്. മരത്തിൽ നിന്ന് ഇങ്ങനെ ചാടി കളിക്കുന്നതൊക്കെ നമ്മൾ കുറേ നേരം നോക്കിയിരുന്നു. നമ്മളിങ്ങനെ പോകുന്ന ടൈമിൽ നമ്മുടെ ഈ കരിങ്കുരങ്ങ് മരത്തിന് മറവായിട്ട് ഇങ്ങനെ കൈകൾ മാത്രം ഫ്രണ്ടിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കും കരടിയൊക്കെ പോലെ തോന്നുമല്ലോ നോർക്കും. പിന്നീട് അത് ഒരുപാട് നേരമൊന്നും അങ്ങനെ തന്നെ നിൽക്കില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കരടിയല്ല എന്നുള്ള കാര്യം. പിന്നെ ഇത്രയും ഹൈറ്റിലോട്ടൊക്കെ കരടി കയറുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൺഫ്യൂഷനുണ്ട്. എന്തായാലും റോഡിനൊപ്പം ഉണ്ട് ഈ മരം. താഴെ നിന്ന് തുടങ്ങുന്നതാണ്. അത്യാവശ്യം നല്ല ഹൈറ്റിൽ നിൽക്കുന്ന മരങ്ങളൊക്കെയാണ്. എന്തായാലും നമ്മളതെല്ലാം കുറേ നേരം വാച്ച് ചെയ്ത് നിന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പതിയെ വീണ്ടും മുന്നോട്ട് നീങ്ങി. നമ്മുടെ ഈ ഗവിയെക്കുറിച്ച് പറയുമ്പോൾ പലരും പറയാറുണ്ട് ഗവി പോയാൽ ഒന്നും കാണാൻ പറ്റില്ല, അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലാന്ന്. അത് ശരിയാണ്. ഗവി എന്ന് പറയുന്ന ആ ഒരു സ്പോട്ടിൽ മാത്രമായിട്ടൊന്നും കാണാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ ഈ ആങ്ങമൊഴി തൊട്ട് തിരിച്ച് നമ്മൾ എത്തുന്ന വള്ളക്കടവ് വരെയുള്ള റൂട്ടിലുള്ള കാഴ്ചകളാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഗവി അതിനകത്തുള്ള ഒരു ചെറിയ സ്ഥലം മാത്രമാണ്. നമ്മൾ ഈ ഗവിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പലരും നമ്മളോട് അവിടെ പോയിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയും, ഒന്നിനെയും കണ്ടില്ല എന്നൊക്കെ പറയും. പക്ഷെ നമുക്കപ്പോൾ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഈ നമ്മുടെ ആങ്ങമൊഴി മുതൽ വള്ളക്കടവ് വരെയുള്ള സ്പോട്ടിൽ ആകെ 30 വണ്ടികളായിരിക്കും ഒരു ദിവസം പെർമിറ്റോടുകൂടി കയറി പോകുന്നത്. ഈ 30 വണ്ടികളിലും നമ്മൾ സാധാരണ ഒരു സ്ഥലത്തോട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന പോലെ ഓടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സൈറ്റിങ്ങുകൾ ഒന്നും തന്നെ കിട്ടില്ല. കാരണം നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ഒബ്സർവ് ചെയ്ത് സ്പീഡ് കുറച്ച് ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് സൗണ്ടുകൾ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആനിമൽസിനെ കിട്ടുള്ളൂ. കാരണം നമ്മൾ വള്ളക്കടവ് എത്തുന്നതിനൊക്കെ മുൻപായിട്ട് ആനയും അതുപോലെ തന്നെ കാട്ടുപോത്ത് പല സൈറ്റിങ്ങുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് തൊട്ട് മുന്നിൽ പോയ ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ കിടക്കുന്ന സമയങ്ങളിൽ അവർ നമ്മളോട് പറഞ്ഞു അവരൊന്നും കണ്ടിട്ടില്ല എന്ന്. നമുക്ക് പുറകെ വന്ന ആൾക്കാർ ചിലർ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ സ്പോട്ടിലൂടെ പോകുന്ന ആൾക്കാർ അതീവ ശ്രദ്ധയോടുകൂടി പോവാം. നമ്മൾ നേരത്തെ 30 വണ്ടികൾക്ക് മാത്രമാണ് പെർമിറ്റ് എന്ന് പറഞ്ഞു. അത് കൂടാതെ KSRTCയും പോകുന്നുണ്ട്, ഉല്ലാസയാത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ വെളുപ്പിനെ കുമളിയിൽ നിന്ന് പത്തനംതിട്ടയ്ക്കുള്ള ഗവിയിലൂടെ പോകുന്ന KSRTC കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പുതിയതായിട്ടൊരു ടൂറിസം പ്രോഗ്രാം എല്ലാ KSRTC ഡിപ്പോകളിൽ നിന്നും ഗവിയിലേക്ക് പുതിയ ടൂർ പാക്കേജൊക്കെ വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. എന്തായാലും അതൊക്കെ എല്ലാവരും എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഡീസൽ ചിലവ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ബസ്സിന് പോകുന്നത് തന്നെയാണ് നല്ലത്. അതുപോലെ തന്നെ ആനിമൽസിനെ പെട്ടെന്ന് കാണാൻ കുറച്ച് ഹൈറ്റൊക്കെ ഉള്ള വണ്ടികളിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്തായാലും നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്തൊരു വ്യൂ പോയിൻ്റ് എത്തിയിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ഗവിയൊന്നും എത്തിയിട്ടില്ല. അടുത്തൊരു ഡാമിൻ്റെ റിസർവോയറാണ്. അവിടെ നല്ലൊരു കാഴ്ചയാണ് നമുക്ക് കിട്ടിയത്. നമ്മുടെ ഈ റിസർവോയറിനോട് ചേർന്നുള്ള ഭാഗങ്ങൾ മുഴുവൻ തന്നെ വനത്താൽ ചുറ്റപ്പെട്ടൊരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഭാഗ്യമുണ്ടെങ്കിൽ ആനയൊക്കെ വെള്ളം കുടിക്കാൻ ഇറങ്ങുന്നതും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷെ നമ്മൾ ഒന്നും കണ്ടില്ല അവിടെ. നമ്മൾ ഏകദേശം ഒരു ഉച്ചയോടെടുക്കുന്ന സമയമൊക്കെ ആയി വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറേ നേരം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു.
നമ്മളങ്ങനെ അവിടെ നിൽക്കുന്ന ടൈമിൽ നല്ല ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് നല്ല സൗണ്ട് കേട്ട് വരുന്നുണ്ട്. താഴെ നിന്നൊരു KSRTC കയറി വരുന്നതാണ്. അപ്പം അതും ഒരു ഉല്ലാസയാത്ര ടീമാണ് വരുന്നത്. KSRTC ഒക്കെ ബുക്ക് ചെയ്ത് ഇങ്ങനെ പോകുന്ന ഒരുപാട് പേര് ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. ടൂറിസം ഭയങ്കര ഒരു ഹരമായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാ പ്രായക്കാരും നല്ല രീതിയിൽ ആസ്വദിക്കുന്ന ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മുടെ KSRTCയുടെ ഇങ്ങനത്തെ ടൂർ പാക്കേജ് കൊണ്ട് നമുക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പിന്നീട് ഒരുപാട് സമയം അവിടെ നിന്നില്ല. നമ്മൾ നേരെ മുന്നോട്ട് പോരുകയാണ് ചെയ്തത്. KSRTCയിലുള്ള ആൾക്കാരൊക്കെ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി ഇറങ്ങി. നമ്മൾ അടുത്ത ഡാം എത്തി, കക്കി ഡാമാണ്. അവിടെ നമ്മൾ ഇറങ്ങിയില്ല. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുന്നോട്ട് വന്ന സമയത്താണ് നമ്മൾ എക്കോ പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്പോട്ട് എത്തിയത്. ഒരു മലയാണ്. ആ മലയുടെ ചോട്ടിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ചെറിയ സൗണ്ടിൽ പോലും സംസാരിച്ചാൽ അതിൻ്റെ എക്കോ ശരിക്കും നമുക്ക് കേൾക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ആനിമൽസ് ഒക്കെ വന്നാൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റും. ദൂരെ തന്നെ കാണാൻ പറ്റുന്നൊരു രീതിയിലാണ് ഈ ഭാഗമൊക്കെ ഉള്ളത്. നമ്മൾ നേരത്തെ കണ്ട KSRTC ഏതായാലും നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോയി. അവർ ഒരുപാട് സമയം അവിടെ ചിലവഴിച്ചില്ലെന്ന് തോന്നുന്നു. ഇവിടെ അവർ നിർത്തിയില്ല. എന്തായാലും നമ്മൾ ഇങ്ങനൊരു സ്പോട്ട് കിട്ടിയിട്ട് തന്നെ ഫുഡ് എന്നാൽ ഇവിടെ വെച്ച് കഴിക്കാന്നുള്ള പ്ലാനിൽ നമ്മൾ ചോറുമ്പതിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ ആകുമ്പം ആനിമൽസോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് ദൂരെ തന്നെ കാണാൻ പറ്റും. നമ്മൾ 2 ഊണാണ് വാങ്ങിയത്. ഊണിനോട് തന്നെ 7 കൂട്ടം കറിയുണ്ട്. മീൻ സെപ്പറേറ്റ് ആയിട്ടാണ് തന്നേക്കുന്നത്. അതായാലും നന്നായി. എന്തായാലും ഞങ്ങൾ പൊതിയൊക്കെ കഴിച്ച് പുതിയ ചോറ് തുറന്നൊക്കെ നോക്കി. ചോറൊക്കെ അത്യാവശ്യം തണുത്തിട്ടുണ്ടായിരുന്നാലും കറിയെല്ലാം നല്ല അടിപൊളിയായിരുന്നു. ചമ്മന്തി, അതുപോലെ കിഴങ്ങ് പൊരിച്ചതും അങ്ങനെ കുറേ കറികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭക്ഷണം തന്നെയായിരുന്നു. ഇതിനകത്ത് വെച്ചേക്കുന്ന കറികളൊക്കെ ചെറിയ ചെറിയ ഇലപ്പൊതികളാക്കിയാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കറിക്കുണ്ടായിരുന്നു. നല്ലൊരു നാടൻ ഊണ് ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. 120 രൂപയ്ക്ക് അത്യാവശ്യം വർത്തായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും നമ്മൾ ഗവിയിലേക്കൊക്കെ വരുമ്പോൾ ഇത് വാങ്ങി വരുവാണെങ്കിൽ നമുക്കിങ്ങനെ വഴിയിലൊക്കെ വെച്ച് സേഫായിട്ടുള്ള സ്പോട്ടുകളിലൊക്കെ വന്ന് ഇരുന്ന് കഴിക്കാനൊക്കെ പറ്റും. എന്തായാലും ഇതെല്ലാവരും മറക്കാതെ നോക്കുക. നമ്മൾ ആങ്ങമൂഴി ചെക്ക് പോസ്റ്റിൽ നിന്നാണ് ഇത് വാങ്ങിയത്. അങ്ങനെ നമുക്ക് കാടിൻ്റെ നടുക്കിരുന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇവർ മാക്സിമം പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് തന്നെ നല്ലൊരു പോസിറ്റീവ് കാര്യമായിട്ട് നമുക്ക് തോന്നി. എന്തായാലും നമ്മൾ ഭക്ഷണമൊക്കെ പതിയെ കഴിച്ചു തുടങ്ങി. കഴിച്ചതിന് ശേഷം വേസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ അവർ തന്ന ഒരു കവറുണ്ടായിരുന്നു, ആ കവറിനകത്തോട്ട് ഇട്ടു. എന്നിട്ട് നമ്മൾ വണ്ടിക്കകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ നിൽക്കുന്ന സ്പോട്ടിൽ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ആൾക്കാർ ഇട്ടിട്ടുണ്ട്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ആനിമൽസൊക്കെ അതൊക്കെ വന്ന് കഴിക്കാനുള്ള സാധ്യത കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വേസ്റ്റ് കാര്യങ്ങളുണ്ടെങ്കിലും മാക്സിമം നമ്മുടെ വണ്ടിയിൽ തന്നെ അത് കരുതുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സേഫായിട്ട് അത് കളയാൻ പറ്റുന്ന സ്പോട്ടിൽ മാത്രം കളയുക. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ പ്രതീക്ഷ മുഴുവൻ ഒരു ആനയെ കാണുക എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ ഇതുവരെ വന്നതിൽ ആനയുടെ പ്രസൻസ് ഉള്ള പല ഭാഗത്തോട് വന്നിട്ടുണ്ടെങ്കിലും ആനയെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും വീണ്ടും മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് വന്ന സമയത്ത് നമ്മുടെ അടുത്ത ചെക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. ഗവിയോടനുബന്ധിച്ചുള്ള ഒരു ഫോറസ്റ്റേഷനും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഇവിടെ വന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ലൈസൻസ് കാര്യങ്ങൾ പിന്നെ പെർമിറ്റ് എല്ലാം കാണിച്ചിട്ട് ഇവിടുന്ന് ഒരു പാസും കൂടെ നമുക്ക് മേടിക്കാറുണ്ട്. ഈ പാസ് നമ്മൾ വള്ളക്കടവ് എത്തുമ്പോൾ അവിടെ കാണിക്കുകയും ചെയ്യണം. എന്തായാലും അതെല്ലാം കാണിച്ചു. ഇവിടുത്തെ സാറുമാരൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ആണ് നമ്മളെ ഇവിടുന്ന് നല്ലൊരു ഗൈഡൻസ് അല്ലെങ്കിൽ നല്ലൊരു സപ്പോർട്ട്, നല്ലൊരു സഹകരണമൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ വീണ്ടും ആനേനെയൊക്കെ പ്രതീക്ഷിച്ച് വീണ്ടും മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോഴത്തേനാണ് നമ്മുടെ ഗവിയുടെ എക്കോ ടൂറിസം പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തേക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ വന്നപ്പോഴത്തേക്കും അവിടെ ക്ലോസ് ആയിട്ടുണ്ട്. 2 മണി വരെ ഏകദേശം ടൈം അവിടെ ഉള്ളൂ. നമ്മൾ അതുപോലെ സ്ലോ ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ക്ലോസ് ആയി പോയിട്ടുണ്ടായിരുന്നു. അവിടെ ട്രക്കിങ്, ബോട്ടിങ്, അതുപോലെ തന്നെ ഒരുപാട് എക്കോ ടൂറിസം പ്രോഗ്രാമുകളോ കാര്യങ്ങളുണ്ട്. എന്തായാലും എല്ലാവരും വരുമ്പം ഇവിടെ കൂടെ വന്ന് കാണാൻ ശ്രമിക്കുക. ഇവിടെ നല്ല നല്ല പ്രോഗ്രാമുകളോ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്കത് മിസ്സായി. പക്ഷേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ അടുത്ത ഐറ്റത്തിനെ കണ്ടു. നമ്മുടെ മലയണ്ണാനാണ്. 1 അല്ല 3 എണ്ണം ഉണ്ട്. അത് നമ്മൾ കുറച്ചു നേരം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി. അപ്പം താഴെയുള്ള കുറേ നല്ല ഭംഗിയുള്ള ഏരിയകളൊക്കെ നമുക്ക് ഓൺ ദ വേ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങോട്ടൊക്കെ പെർമിഷൻ നമുക്ക് ഈ എക്കോ ടൂറിസം പ്രോഗ്രാമുകൾ എടുത്താൽ മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലായത്. ആ ഭാഗത്തൊക്കെ ആയിട്ടാണ് ബോട്ടിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്ന് തോന്നുന്നു. കയാക്കിങ് പോലുള്ള പ്രോഗ്രാമിങ് അതൊക്കെ ഉണ്ട് അവിടെ. എന്തായാലും വരുന്ന സമയത്ത് എല്ലാവരും ഇതും കൂടി എടുക്കാൻ ശ്രമിക്കുക. അത് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്.
നമ്മളിപ്പോൾ ഗവിയോട് ഏകദേശം അടുത്തിട്ടുണ്ട്. ഗവി എന്ന് പറഞ്ഞാൽ വലിയ ടൗണോ കാര്യങ്ങളോ ഒന്നുമല്ല, ചെറിയൊരു ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. ഗവി എന്ന് പറഞ്ഞാൽ അവിടെ 1-2 കടയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഇത് വലിയൊരു ടൗണോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇവിടെ ആയിട്ട് പ്രത്യേകിച്ചൊന്നും കാണാനില്ല, ഇങ്ങോട്ടുള്ള യാത്രയിൽ മാത്രമാണ് കാണാനുള്ളത്. അവിടെ നമ്മൾ വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഗവി ഡാമിനോടനുബന്ധിച്ച് അവിടെ കുറേ പ്രോഗ്രാമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ഓൺലൈൻ ത്രൂ ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് എൻട്രിയും പാസും കിട്ടുള്ളൂ. അത് എല്ലാവരും ഓർത്തിരിക്കുക. നമ്മൾ നേരത്തെ ചെയ്തെടുത്താണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് പെർമിഷൻ കിട്ടും. ഇവിടെയാണെങ്കിൽ ഓൺലൈൻ ത്രൂ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. എന്തായാലും നമ്മൾ വീണ്ടും മുന്നോട്ട് നീങ്ങുകയാണ്. നമ്മുടെ സൈറ്റിങ്ങുകളുടെ എണ്ണമൊക്കെ കൂടിക്കൂടി വരികയാണ്. ഇനിയുള്ള ഭാഗത്തൊക്കെ ആനനെ കാണാൻ കൂടുതൽ ചാൻസ് ഉണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഗവി എന്ന ആ ഒരു സ്പോട്ടിന് പ്രാധാന്യം കിട്ടിയത് ഓർഡിനറി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ മുതലായിരുന്നു. ഈ ഡാമിലൂടെയൊക്കെ KSRTC ഒക്കെ വരുന്നത് ഭയങ്കര വൈറലായിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും നമ്മളും അതിലിപ്പോൾ വണ്ടി ഓടിച്ച് മുന്നോട്ട് പോവുകയാണ്. നമ്മളങ്ങനെ അടുത്ത വ്യൂ പോയിൻ്റ് ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു സൈഡ് നല്ല പുൽമേടാണ്, ദൂരെ പുൽമേടുകൾ ഒരുപാടെണ്ണം കാണാൻ പറ്റും. ആ തിക്കായിട്ടുള്ള ഒരു ഫോറസ്റ്റൊക്കെ മാറിയിട്ട് മേടുകളാണ് മുഴുവനിപ്പോൾ. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ പശുക്കളൊക്കെ മേയുന്ന പോലെ തന്നെ ആനകളൊക്കെ മേഞ്ഞ് കിടക്കുന്ന ഒരു ഏരിയ ആണ്. പക്ഷെ നമ്മളെന്തായാലും അവിടെ ആനിമൽസിനെ കണ്ടില്ല. എങ്കിലും നമ്മൾ നല്ല ഹോപ്പോട് കൂടിയാണ് മുന്നോട്ട് പോയത്. ഇവിടെ കാണുമ്പോൾ നമുക്ക് ഇതിനകത്തൂടെയൊക്കെ നടക്കാനൊക്കെ തോന്നും, പക്ഷെ ഒരു കാരണവശാലും പെർമിഷൻ ഇല്ലാതെ എൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇറങ്ങാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഹോപ്പോട് കൂടി മുന്നോട്ട് പോയപ്പോഴാണ് നമ്മൾ ഒരു ആന നമ്മുടെ ഈ പുൽമേട്ടിൽ നിൽക്കുന്നത് കണ്ടത്. അത്യാവശ്യം ഹൈറ്റിലാണ് നിൽക്കുന്നത്. നമുക്ക് താഴെ നിന്ന് നമ്മൾ തന്നെയാണ് അതിനെ ആദ്യമേ കണ്ടെത്തിയത്. മുന്നിൽ പോയ വണ്ടിക്കാരൊക്കെ പോയിട്ടുണ്ട്. എന്തായാലും നമ്മൾ കുറേ നേരം വരെ നോക്കിയിരുന്നു. ഇപ്പം രാവിലത്തെ ചൂട് കാര്യങ്ങളൊക്കെ അങ്ങ് മാറി ഒരു മഴയുടെ കോളൊക്കെ ഉണ്ട്. ഒരു കൊമ്പനാണ്, കുട്ടിക്കൊമ്പനാണ്. നമ്മൾ നിൽക്കുന്ന ആ ഒരു ഭാഗത്തിന് തൊട്ട് മേലോട്ട് ഇവൻ നടന്ന് വരുന്നുണ്ട്. നമുക്ക് നല്ലൊരു വിഷ്വൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു KSRTC പോയി. അതിൻ്റെ തൊട്ട് മേലായിട്ടാണ് നമ്മുടെ ഈ ആന നിൽക്കുന്നത്. ഈ ബസ്സൊക്കെ പോയതിന് ശേഷം അവൻ കുറച്ചുകൂടെ മേലോട്ട് കയറി, എന്നിട്ട് കുറച്ച് ഹൈറ്റുള്ളൊരു പ്രദേശത്തോട്ട് കയറി വന്നു. അപ്പോൾ ആനയുടെ ഒരു ഭംഗി ഭയങ്കരമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ അതുപോലെ പ്രതീക്ഷിച്ചാണ് ആന കാണാൻ വേണ്ടി വന്നത്. എന്തായാലും ഒരു കുട്ടിക്കൊമ്പനെ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് നേരം നമുക്ക് കാണാൻ പറ്റി. അതുമാത്രമല്ല, അത്യാവശ്യം മഴയും അവിടെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, മഴയൊക്കെ ചാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ നേരം അതിനെ നോക്കി നമ്മളവിടെ നിന്നു. എന്തായാലും നമ്മളെ ഗവി നിരാശപ്പെടുത്തിയില്ല. എന്തായാലും നമുക്കിപ്പോൾ കുറച്ചുകൂടെ ഹോപ്പായി, ഇനി എന്തെങ്കിലുമൊക്കെ കാണും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. നമ്മളിങ്ങനെ പോയ സമയത്ത് ഒരു കാട്ടുപന്നി പെട്ടെന്ന് നമ്മളെ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്കതിനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴത്തേന് ഇതാ നിൽക്കുന്ന നമ്മുടെ അടുത്ത സൈറ്റിങ് കാട്ടിയാണ്. കാട്ടിയെന്നും കാട്ടുപോത്തെന്നൊക്കെ പറയും. ശരിക്കും കാട്ടുപോത്തല്ല, ഇത് കാട്ടിയാണ്. കാട്ടുപശു എന്നൊക്കെ പറയാം. വൈൽഡ് ഗൗറാണ്, ഇന്ത്യൻ വൈൽഡ് ഗൗർ. കാട്ടുപോത്ത് ശരിക്കും ബൈസണാണ്. എന്തായാലും അതും ഒരു ഒറ്റയനാണ്. നമുക്കതിനെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല മഴയും തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ കാട്ടി കുറേ നേരം നമ്മളെ നോക്കി നിന്നു. ഏതായാലും നമ്മൾ കുറച്ച് വണ്ടി ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യാമെന്ന് വെച്ചു. അത്യാവശ്യം നല്ല രീതിയിൽ മഴയും പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ക്യാമറ പുറത്തിട്ടെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും നമ്മൾ കുറച്ച് വണ്ടി മുന്നോട്ട് നീക്കിയതിനൊപ്പം നമ്മുടെ കാട്ടിയും ആ ഒരു ഭാഗത്തേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ഫ്രെയിം കിട്ടിയത് ഈ മരങ്ങൾക്കിടയിൽ ആ പുൽമേടിനകത്ത് മഴയൊക്കെ പെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഈ കാട്ടി ഇങ്ങനെ മൂവ് ചെയ്യുന്നതിൻ്റെ നല്ലൊരു നോട്ടവും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഗവി ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്തുകയില്ല എന്ന് നമുക്ക് മനസ്സിലായി. അത്രയും നല്ല വിഷ്വൽസാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. നമ്മുടെ കടുവകളുടെയൊക്കെ പ്രധാന ആഹാരം കൂടെയാണ് നമ്മുടെ ഈ കാട്ടി. ഇതും ശരിക്കും ഭയങ്കര പവർഫുള്ളാണ്. ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് പെട്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെ അറ്റാക്ക് ചെയ്യും. നമ്മൾ ഒരു പ്രാവശ്യം ചിന്നാർ വെച്ച് ഓടിച്ചിട്ടുള്ളതാണ്. എന്തായാലും നമ്മളതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും മുന്നോട്ട് നീങ്ങുകയാണ്. നമുക്ക് അത്യാവശ്യം സൈറ്റിങ്ങുകളെല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് വന്ന സമയത്താണ് ഒരു കൂട്ടം മ്ലാവ് പുൽമേടിനകത്തോടെ ഓടിപ്പോകുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പിൽ തന്നെയായിട്ട് നിൽക്കുന്നത് കണ്ടത്. എന്തായാലും നമ്മളതെല്ലാം കണ്ടു. നമ്മളാണ് ഈ സൈറ്റിങ് മുഴുവൻ കണ്ടുപിടിക്കുന്നത്. കാരണം നമ്മൾ അതുപോലെ ശ്രദ്ധിച്ച് ഒബ്സർവ് ചെയ്ത് സ്ലോ ആയിട്ടാണ് പോയത്.
അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സൈറ്റിങ്ങുകൾ കിട്ടി. നമ്മുടെ ഒപ്പം വന്ന പലർക്കും അത് പലതും മിസ്സായി പോയിട്ടുണ്ട്. നമ്മളാണ് എല്ലാവരും സൈറ്റിങ് കാണിച്ചത്. അപ്പോൾ നമ്മുടെ ഈ ഗവി ആണെങ്കിലും മറ്റ് വനപ്രദേശങ്ങളിലൂടെയൊക്കെ പോകുമ്പോഴും മാക്സിമം ശ്രദ്ധിച്ചു പോവുക. എന്തായാലും നമ്മൾ ആ ഒരു പോർഷൻസ് കഴിഞ്ഞ് നമ്മൾ അധികം വൈകാതെ തന്നെ നമ്മുടെ വള്ളക്കടവിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം സൈറ്റിങ്ങുകളെല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ട്രക്കിംഗ് പ്രോഗ്രാമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പെരിയാർ ടൈഗർ റിസർവ് .org സൈറ്റിൽ ഇങ്ങോട്ടുള്ള മാനമുട്ടി മലയിലേക്കൊക്കെയുള്ള ട്രക്കിംഗ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. ലാസ്റ്റ് നമ്മൾ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് എത്തി. അവിടെ നമ്മൾ ലൈസൻസും കാര്യങ്ങളും കാണിച്ച് അവിടെ നമ്മൾ ഇറങ്ങി. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി ഗവിയിലേക്ക് വരിക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.